നമസ്കാരം പ്രിയമുള്ളവരെ, മുസ്തഫ കുന്നത്ത്. അവശനായ കാളയെ കശാപ്പുകാരന് വിൽക്കാം, അവശനായ പ്രവാസിയെ എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ ചർച്ചകൾ നീണ്ടങ്ങനെ പോയി. അവസാനം അവർ സെക്യൂരിറ്റി കമ്പനിയെ വിളിച്ച് കരാർ ഉറപ്പിച്ചു. വെറുതെ ഇരുന്നിട്ട് എന്തിനല്ലേ എന്നൊരു ചോദ്യവും. നമ്മുടെയെല്ലാം ജീവിത നെട്ടോട്ടങ്ങൾക്കിടയിൽ പാചകശാലയുടെ പടിവാതിൽക്കൽ പൊടിശല്യവും പൊരിവയിലും വകവെക്കാതെ വിസിലൂതിക്കൊണ്ടിരിക്കുന്ന കാവൽക്കാരിൽ മൃഗീയ ഭൂരിപക്ഷവും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലണഞ്ഞവരാണ്. ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളെല്ലാം മരുഭൂമിയുടെ കാഠിന്യത്തിൽ നെട്ടോട്ടമോടിയിട്ട് ഉള്ള സമ്പാദ്യങ്ങളെല്ലാം കുടുംബാവശ്യങ്ങൾക്കായി ചെലവഴിച്ചിട്ട് ഒന്ന് തലചായ്ക്കാൻ നാട്ടിലണയുന്ന ഓരോ പ്രവാസിയും പിന്നീട് ജീവിക്കുന്നത് അനാവശ്യമായി വിതരണം ചെയ്തും ആർഭാടം കാണിച്ചും പൊങ്ങച്ചം കാണിച്ചും കളഞ്ഞ നാണയത്തുട്ടുകളെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടാണ്. ഒരു 10% വാർദ്ധക്യകാലത്തിൻ്റെ അവശ നാളുകളിലേക്ക് മാറ്റിവെക്കാതിരുന്ന ബുദ്ധിമോശത്തെ പ്രാഗി പറഞ്ഞ് നാളുകൾ തള്ളി നീക്കാതിരിക്കാൻ ഒരു ചെറിയ സമ്പാദ്യശീലം തുടങ്ങിവെക്കാൻ പുതിയ പ്രവാസികൾ ശീലിക്കണം. സ്വന്തം കുടുംബത്തെ അത്ര കണ്ട് വിശ്വാസമാണെങ്കിലും അവസ്ഥകൾ മാറി മറിയില്ലെന്ന പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിലും ഒരു കരുതൽ കൊണ്ട് ഒന്നും നഷ്ടപ്പെടില്ല എന്നും മറിച്ച് ഉപകാരമേ ഉണ്ടാകൂ എന്നും ഉറപ്പിച്ച് ജീവിച്ചോളൂ. നല്ലത് മാത്രം സംഭവിക്കട്ടെ. നന്ദി, നമസ്കാരം.